ലൈറ്റ് വാസ് എടാ ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല സത്യം പറഞ്ഞ ഇന്ന്. ഇവിടെ ഒരുപാട് ലൈറ്റ് ഇനി ഇരിപ്പുണ്ട്. ഇപ്പൊ ആകെ ഇട്ടേക്കുന്നത് എന്താണെന്നറിയാമോ? ആകെ ഇട്ടേക്കുന്ന ഈ സീലിംഗ് ലൈറ്റ് അല്ല, ഇവിടുത്തെ ഒരു ട്യൂബ് ലൈറ്റ് മാത്രം. അതാ നിങ്ങൾ നോക്കിയോ, മേലോട്ട് നോക്കിയത് കണ്ട, ഈ ട്യൂബ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ദേ ഇവിടെ കണ്ട അനങ്ങാൻ പറ ലൈറ്റുകളൊക്കെ ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ഇതൊന്നും അല്ല ലൈറ്റ്. ലൈറ്റ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ബാക്കിയിരിക്കുക. ഇതൊന്നും ഞാൻ ഓൺ ആക്കിയിട്ട് പോലും ഇല്ല കണ്ടാ. അതൊക്കെ ഓണാക്കിയ എന്തൊക്കെയാ വരാൻ പോണ, പവർ സ്റ്റേഷൻ ആയിട്ടൊക്കെ വരും. അതുകൊണ്ട് മേളത്തെ ഒരു ട്യൂബ് ലൈറ്റ് മാത്രമേ ഞാൻ ഓണാക്കി വെച്ചിട്ടുള്ളൂ തൽക്കാലം. അത് മതി. ഇതാവുമ്പോ ഓക്കെയാണ്. ഇതാവുമ്പോ കണ്ണും കാണാൻ എല്ലാം കാണാം ഗൈസ്. ഞാൻ പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ, ഇവള് കമ്പ്യൂട്ടറായിട്ട് എന്തോ ശത്രുതയുണ്ട് ഇവക്ക്. അതായത് ഇവിടെ ഇരിക്കുന്നത് ഡിസ്പ്ലേ 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവര് തമ്മിൽ എന്തോ ഭയങ്കര പ്രശ്നമുണ്ട്. ഇവര് തമ്മിൽ എന്തോ ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. മോണിറ്ററൊക്കെ അങ്ങാണ്. ഇവർക്ക് എങ്ങനെ കണ്ണ് കാണുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോണിറ്ററൊക്കെ നല്ല ദൂരത്താ. എന്താ പ്രശ്നം ഞാൻ പറയട്ടെ. ഇവരെല്ലാം പുറത്തു പോയേക്കുമായിരുന്നു, എലിയല്ല. ഞാൻ ഇവളുടെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവക്ക് ഈ ഗെയിമിനോട് ഈ കമ്പ്യൂട്ടറിനോട് എന്തോ ഒരു ശത്രുതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇതിന്റെ മോണിറ്റർ ഇരിക്കുന്നത്. ഇതിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എനിക്ക് ഇന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിയേർഡ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് കാണുന്നത്. 5M എടുത്ത് നമ്മൾ എസ്കേപ്പ് ഞെക്കുക, എക്സ്ചാറ്റിൽ ടൈപ്പ് ചെയ്യുന്നതും നോർമലി എസ്കേപ്പ് ഞെക്കുമ്പോൾ വന്ന സാധനവും അതേപോലെ തന്നെ മാപ്പോട് ഒരുമിച്ച് വരും. 3 ഇതിൽ എന്തോ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സൈഡിൽ മൗസ് കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവള് വരണം. അവള് വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. എലി വന്നാൽ അതെങ്ങനെ സെറ്റ് ചെയ്യുന്ന ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. ലോകത്ത് പറ്റുമെന്ന്. എടാ ഒരു ബട്ടണിൽ തന്നെ 3 സെറ്റിങ്സ് ഇടാൻ പറ്റൂടാ. പറ്റൂല. ഇതെങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തെന്ന് ഇനി ഇത് ഗവേഷകർ കണ്ടുപിടിക്കണം. ഇത് എങ്ങനെ സെറ്റ് ചെയ്തെന്ന്.